അനയുടെയും ആദർശിൻ്റെയും പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയടുത്ത് ദേഷ്യത്തിലൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണ് നന്ദു ആണെങ്കിൽ അവിടെ പോലീസുകാരത്ത് പറയുന്നുണ്ട് അനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റി വിടണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനി അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അവിടെ പോലീസ് ആണെങ്കിൽ നമ്മൾ അനിയടുത്ത് പറയുന്നുണ്ട് മാഡം ഭയങ്കര തിരക്കില്ല, ഇപ്പോൾ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അനി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ മാഡം പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അതല്ല മാഡം ഇത് ഭയങ്കര തിരക്കാന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നുണ്ട് ശരി എന്നാൽ കുഴപ്പമില്ല മാഡം വരട്ടെ, വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, എന്തായാലും നിന്ന് നിങ്ങളെ മേഡത്തിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ മാളവികയാണെങ്കിൽ ഡേവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ വരച്ച ഡിസൈൻ ആണെങ്കിൽ ആദ്യം സാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, സാറ് വേറെ ആർക്കും അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണല്ലോ സാറ് ആ ഡിസൈൻ സെലക്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡേവിഡിനെ നാഗേന്ദ്രനെ. അപ്പോൾ നാഗേന്ദ്രനാണെങ്കിൽ ഡേവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അടുത്ത മാസം 1-ാം തീയതി നമ്മളെ ബ്രാഞ്ചിൻ്റെ ഓപ്പണിങ്, പക്ഷേ അവിടെ വരുന്നത് മാനേജറായിട്ട് ജോയിൻ ചെയ്തത് എൻ്റെ മോനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെയാണ് നമ്മുടെ നാഗേന്ദ്രനിക്കാണെങ്കിൽ. പിന്നെ നവ്യയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യയാണെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അഭിയടുത്ത് പറയുന്നുണ്ട് എന്തായാലും നീ ആണെങ്കിൽ ജ്വല്ലറിയിൽ പോയി ജോയിൻ ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഉള്ളവർ നമ്മളെ ഇറക്കി വിടുന്നെങ്കിൽ അങ്ങ് ഇറക്കി വിടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അഭിയാണെങ്കിൽ ആ ഒരു ഷോക്കൊക്കെ ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ അഭിക്ക് അറിയത്തില്ലല്ലോ സ്വന്തം അച്ഛൻ്റെ പിന്നെ കമ്പനിയിലാണ് അഭി ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നും അഭിക്ക് അറിയത്തില്ല. പിന്നെ അഭി അവിടെ മാനേജറായിട്ട് ക്ഷണിച്ചെന്നുള്ള കാര്യം മാത്രമേ നമ്മൾ അഭിക്കും അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.